ഹായ് ഓൾ. അപ്പോൾ നമ്മളിന്ന് പഠിക്കുന്നത് ഒരു യൂട്യൂബ് തംബ്നെയിലാണ്. അപ്പോൾ യൂട്യൂബ് തംബ്നെയിലിൻ്റെ ഫസ്റ്റ് കാര്യം നമ്മൾ എടുത്തുതരാം. ഇവിടെ ഇതാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഞാൻ എടുത്തത്. ഒരു പിൻട്രസ്റ്റിൽ നിന്നാണ് ഈ ആക്ച്വലി എടുത്തത്. അത് ഒന്നുകൂടി കാണിച്ചു തരാം. ഓക്കെ, ഇതിൽ നമ്മൾ പിന്നെ ക്യാൻവാസ് എടുക്കുക. ക്യാൻവാസ് എടുത്തതിന് ശേഷം റേഷ്യോ കൊടുക്കുക. ഇവിടെ പലതരം ക്യാൻവാസിൻ്റെ റേഷ്യോസ് ഉണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, വോയിസ് റെക്കോർഡിംഗ് ഉണ്ടോ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറേ ആപ്ഷൻസ് ഉണ്ട്. ഈ ഒരു 9:5 ഇതൊക്കെയുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് യൂട്യൂബ് തംബ്നെയിലായതുകൊണ്ട് നമുക്ക് സൂം പോവാം. ഇനി നമുക്ക് ഇത് ഫിറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഫിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു യൂട്യൂബ് തംബ്നെയിലാണ്. സ്റ്റിക്കേഴ്സ് എന്നുള്ള രീതിയിൽ പോയിട്ട് നമുക്ക് സ്റ്റിക്കേഴ്സിലെ ഗാലറി എടുക്കുക. അതിനുശേഷം ഇത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ഫയൽസ് എന്നല്ല വേണ്ടത്, ഇമ്പോർട്ട് ചെയ്തിട്ട് ചൂസ് ഫ്രം ദ ക്യാമറ എന്നുള്ള ഈ ഓപ്ഷനിൽ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് സക്സസ്ഫുള്ളി ആയിട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കട്ട് ചെയ്യാനെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി കേട്ടോ. ഈ ഒരു പിക്ചറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഇത്ര പിക്ചർ വേണ്ട, ഇത്ര മതി. ഇത് ഔട്ടർ ലൈൻ കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു വേറൊരു പിക്ചറും കൂടി കൊടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത പിക്ചർ അവിടെ തന്നെ ഉണ്ട്, നമുക്കത് ഡിലീറ്റ് ആക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ എടുത്ത് അതിനുശേഷം ഒരു സ്റ്റിക്കറും കൂടി എടുക്കുന്നുണ്ട്. സ്റ്റിക്കറിൽ ഒരു പിക്ചർ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചതാണ്. അത് നമുക്കിങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ചൂസ് ഫ്രം ദ ഫയൽ. ഓക്കെ, അതും നമുക്കൊരു ഈ ഒരു ഓപ്ഷനിലാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഒരു തംബ്നെയിലും കൂടി വെക്കാം. ഇനി നമുക്കൊരു ഇത് കൂടി വെക്കാം. ഇത് ആക്ച്വലി വേണമെന്നുള്ളൊരു ഡൗട്ടുണ്ട്, പക്ഷേ ഞാൻ ഇമ്പോർട്ട് ചെയ്തിട്ട് ഒന്നുകൂടി ചൂസ് ഫ്രം ആക്ച്വലി ക്ലോസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഇമ്പോർട്ടഡ് നമുക്ക് ഈ ഒരു പിക്ചർ വെക്കാം. ഓക്കെ, കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സെറ്റാക്കി വെക്കാം. ഇനി നമുക്ക് കൊടുക്കേണ്ടത് ഒരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അട്രാക്റ്റീവ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഓൾറെഡി വന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി ബിബാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടെക്സ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷന് അതിൽ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാം. വൈറ്റ് കൊടുക്കാം. അപ്പോൾ അത് ഇപ്പോൾ നമുക്ക് ഗ്ലോ വേണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലോസ് എന്നുള്ള ഓപ്ഷൻ കാണുന്നുണ്ടോ, ക്ലോസ് കൊടുക്കാം. അതിനുശേഷം ബ്ലാക്ക് കൊടുക്കാം. ഓക്കെ, ഇനി ലേബിളാണ്. ലേബിള് പല തരത്തിലുള്ളതുണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇഷ്ടാനുസരത്തിന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനത്തെ കുറേ ഫോംസ് ഉണ്ട് കേട്ടോ. വൈറ്റ്, ഇനി നമുക്ക് ഈ ബോർഡർ വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ബോർഡർ ക്യാൻസൽ. എന്നിട്ട് നമുക്കൊരു റെഡിൽ കൊടുക്കാം. ആക്ച്വലി റെഡ് ബോർഡർ ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം ലേബിളിൽ നമുക്കൊരു റെഡാണ് കൊടുക്കുന്നത്. അത് ഈ ഷേപ്പ് വേണ്ട, വേറെ ഏതെങ്കിലും ഷേപ്പ് ഉണ്ടോ നോക്കാം. അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിന് മതി. ലേബിളിൽ നമുക്ക് ഗ്ലോ ആക്ച്വലി നമുക്കിപ്പോൾ വേണ്ട, ടെക്സ്റ്റ് ഇത്ര മതി.
അട്രാക്റ്റീവ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇവിടെ വെക്കാം. ഇത് കുറച്ച് താത്തിയിട്ട് ഓക്കെ. ഇനി നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. നമുക്ക് ഇങ്ങോട്ട് അട്രാക്റ്റീവ് യൂട്യൂബ് എന്നുള്ള ഇത് കൊടുക്കും. നമുക്ക് ആക്ച്വലി അട്രാക്റ്റീവിൻ്റെ കളറ് ബ്ലാക്കിൽ കൊടുത്താൽ കുറച്ചും കൂടി നല്ലതാണെന്ന് തോന്നുന്നു. അപ്പോൾ ലേബിളിൽ ഞാൻ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ബ്ലാക്ക് കൊടുക്കുന്നു. ഇനി ഓക്കെ കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൽ യൂട്യൂബ് എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. യൂട്യൂബ്. അപ്പോൾ അതിൽ ഞാൻ വൈറ്റ് കളറാണ് കൊടുക്കുന്നത് ടെക്സ്റ്റ്. പിന്നെ ലേബിൾ ഒരു റെഡ് കളറാണ്. അത് ഈ ഒരു ബോക്സാണ് കൊടുക്കുന്നത്. നമുക്ക് പ്രോപ്പർ റെഡ് ഇട്ടിയാൽ മാത്രമാണ് യൂട്യൂബിൻ്റെ ഒരു ഇതുണ്ടാവും. ഓക്കെ, യൂട്യൂബ്. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് കുറക്കാം. അട്രാക്റ്റീവ് യൂട്യൂബ്. ഓക്കെ. ഇനി തംബ്നെയിൽസ് നമുക്കൊരു ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റ് കൊടുക്കാം. തംബ്നെയിൽസ്. ഓക്കെ, അത് നമുക്ക് വേറൊരു കളർ കൊടുക്കാം. അതിൽ വൈറ്റ് കൊടുക്കാം. അപ്പോൾ ലേബിളിൻ്റെ നമുക്ക് വേറെ ഏതെങ്കിലും ബോക്സ് കൊടുക്കാം. ഓക്കെ, ഒരു ബോക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. തംബ്നെയിൽസ് നമുക്ക് കുറച്ചും കൂടി താത്തിയിടാം. തംബ്നെയിൽസ്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് നോക്കാം. സ്റ്റിക്കേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്റ്റിക്കർ ഉണ്ടോ എന്ന് നോക്കാം. ഈ ഇങ്ങനത്തെ രീതിയിലല്ലാണ്ട് ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം. അപ്പം നമുക്ക് ജിഫിൽ നോക്കി നോക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ളതുണ്ടോയെന്ന്. കുറേ ഇതുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എന്താ വേണ്ട കറക്റ്റായിട്ട് എടുക്കാം. ഇത് ജസ്റ്റ് നോക്കാം. ഇതിങ്ങനെ സ്റ്റിക്കേഴ്സ് നോക്കാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് ഇവിടെ ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഷെയറിന് ഒരു ഓപ്ഷൻ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേറെ ടെക്സ്റ്റസ് നോക്കാം. പിന്നെ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സ്റ്റിക്കേഴ്സ് എന്ത് ടൈപ്സ് ഓഫ് സ്റ്റിക്കേഴ്സ് വേണമെങ്കിലും നമുക്കിവിടെ ബോക്സ് എന്നുള്ളൊരു ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കട്ടെ എന്താ വരുന്നത് എന്നുള്ളത്. ബോക്സ് വരുമ്പോൾ അപ്പോൾ ഇവിടെ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് അല്ലെങ്കിൽ ക്ലൗഡ് ഒന്ന് അടിച്ചു നോക്കാം. എനിക്കൊരു ക്ലൗഡിൻ്റെ ഒരു ഫോട്ടോ ആണ് വേണ്ടത്, ജസ്റ്റ് ഒരു ഓഫർ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഓക്കെ. ക്ലൗഡ് എന്നുള്ളൊരു ഓപ്ഷൻ.
ഇനി നമുക്കിവിടെ വിത്തിൻ ടെക്സ്റ്റ് വിത്തിൻ ഇവിടെ ടെക്സ്റ്റ് വിത്തിൻ ഹവർ എന്ന് കൊടുക്കാം. വിത്തിൻ ഹാഫ് ആൻ അവർ. ഓക്കെ, നമുക്കിനി ഇത് മിഡിലായിട്ട് കൊടുക്കാം. ഇതിപ്പോൾ മിഡിൽ കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ കാര്യങ്ങളൊന്നും വേണ്ട, ലേബിളൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് മാത്രം കൊടുക്കാം. ഒരു ബ്ലാക്കിലോ ഒരു റെഡിലോ കൊടുക്കാം. ലേബിൾ ഇവിടെ ക്ലോസ് ആക്കണം, ബിക്കോസ് ലേബിൾ നമുക്ക് വേണ്ട. ഇവിടെ നമുക്ക് റെഡിലാണ് കൊടുക്കേണ്ടത്. വിത്തിൻ ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാം ഓപ്ഷന്. അത് നമുക്കൊരു രസമില്ല ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ഫോണിൽ കൊടുക്കാം. വിത്തിൻ ഹാഫ് അവർ. എന്നുള്ള രീതിയിൽ കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് ഇവിടെ ഒരു കാണുന്നില്ല, ഒരു പ്രോപ്പർലി ആയിട്ട് കാണുന്നില്ല. ഇതിന് ശേഷം ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഇതങ്ങ് ഡിലീറ്റ് ആക്കാം. അതിന് പകരം നമുക്ക് സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ട് പിന്നെ ലൈക്ക് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കാം. ഇവിടെ ലൈക്കിൻ്റെ ഓപ്ഷൻസ് കുറേ ഉണ്ട്. നമുക്ക് എന്ത് വേണം ലൈക്സ് ഉള്ളത്. അപ്പം ഇവിടെ ലൈക്കിൻ്റെ വേണോ സബ്സ്ക്രൈബിൻ്റെ വേണോ? അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബ് എന്നുള്ളൊരു ബട്ടൺ കൂടി ഇവിടെ ഒന്ന് കൊടുക്കാം. ഓക്കെ, അത് വരുന്നത് ഇതിൻ്റെ ഏറ്റവും താഴത്തായതുകൊണ്ടായിരിക്കും മേ ബി ഇത് കാണാത്തത്. ഓക്കെ, കാണുന്നില്ല ഇപ്പം. ഓക്കെ, ഓക്കെ, സബ്സ്ക്രൈബ് എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഫിൽറ്റേഴ്സോ കാര്യങ്ങളോ കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു പെൺകുട്ടീനെ വേണമെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു മൂവി എന്നുള്ള രീതിയിലാക്കി കൊടുക്കാം. ഇന്നാക്കാം, ഔട്ടാക്കാം. ഇതാ കണ്ടോ, മൂവി എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അങ്ങനത്തെ എല്ലാം കുറച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രിയേറ്റീവിൽ എന്താണോ നിങ്ങൾക്ക് ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ചെയ്യാം. പിന്നെ നമ്മളിപ്പോൾ ഓവറായിട്ട് ചെയ്യാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ബേസ് പഠിപ്പിക്കുക എന്നുള്ള രീതിയിലാണ് കുറേ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. എന്നാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ഇത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതെങ്ങനെയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ മാത്രമല്ല ഈ ടെക്സ്റ്റ് നേരത്തെ നമുക്ക് ഈ ലേയേഴ്സൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻസിൽ ഈ ലൂപ്പ് ചെയ്യുന്നത് ഇങ്ങനെ ആക്കാം. അതേപോലെ തന്നെ എഡിറ്റ് എന്നുള്ള ഓപ്ഷനിൽ പിന്നെ നമുക്ക് നമുക്ക് ഇങ്ങനെ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതും ആക്കാം. പിന്നെ അതേപോലെ തന്നെ തംബ്നെയിലിനുള്ള ഓപ്ഷൻ എഡിറ്റ് എന്നുള്ളത് ഇങ്ങനെ നമുക്ക് പലതരത്തിൽ ചെയ്യാം. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. അപ്പോൾ എല്ലാവരും ചെയ്തിട്ട് വീഡിയോസ് അയക്കുക. താങ്ക് യു.